പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങൾ 137 ഇപ്രകാരം പറയുന്നു: കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവം നമ്മോടൊപ്പമുണ്ട്. അവിടുന്ന് നമ്മെ സഹായിക്കും. എന്തെന്നാൽ നാം എല്ലാം അവിടുത്തെ സൃഷ്ടികളാണ്. നമ്മൾ ഒരിക്കലും സങ്കടത്തിലോ വേദനയിലോ ആയിരിക്കാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമുക്ക് സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ അമ്മയെയും നൽകും. അവരുടെ മാധ്യസ്ഥതയാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മയെ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. ഓരോ മക്കളുടെയും ആവശ്യങ്ങളും ആവലാതികളും സങ്കടങ്ങളും എല്ലാം മനസ്സിലാക്കി അമ്മ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗത്തിലേക്കും അമ്മ എഴുന്നള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, പ്രകൃതിക്ഷോഭത്താൽ പ്രയാസപ്പെടുന്നവർ, മഴക്കെടുതികളാൽ പ്രയാസപ്പെടുന്നവർ, രോഗാവസ്ഥയിൽ കഴിയുന്നവർ, പകർച്ചവ്യാധികളാൽ പ്രയാസപ്പെടുന്നവർ എല്ലാവരെയും അങ്ങയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹമായി അമ്മ എഴുന്നള്ളണമേ. അമ്മേ മാതാവേ, കടൽക്ഷോഭം മൂലം പ്രയാസപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഭവനം നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വന്തം ദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. കടലിനെ ശാന്തമാക്കിയ യേശുവേ, അവരെയും സഹായിപ്പാനായി അങ്ങ് എഴുന്നള്ളണമേ. അവരുടെ എല്ലാവരുടെയും വേദനകളും ദുഃഖങ്ങളും അമ്മ കാണണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവർ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയ അവരുടെ ഭവനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവരെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അമ്മ തുറന്നു കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് നല്ല അധികാരികളെ നൽകി ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. സമൂഹത്തിനും ജനത്തിനും വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല അധികാരികളെ അമ്മ നിയോഗിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ സങ്കടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. സന്തോഷത്തോടുകൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു ദുഷ്ടന്റെ കെണിയിൽ പോലും ഞങ്ങൾ അകപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ. ഞങ്ങൾക്ക് മുൻപേ വഴികാട്ടിയായി അമ്മ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അതിവേഗം അടച്ചു തീർക്കുവാനുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. അധികാരികൾ സാവകാശം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടക്കെണിയിൽ അകപ്പെട്ടു പോയവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ. കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഓരോ മക്കളെയും വിടുവിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ പ്രതീക്ഷയോടെ ബിസിനസ്സുകൾ തുടങ്ങി നഷ്ടത്തിലായി ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സുകളുടെ മേൽ അമ്മ അനുഗ്രഹമായി ഒന്ന് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളെ കാണണമേ. ഞങ്ങളെ കടബാധ്യതകളെ കാണണമേ. അമ്മേ മാതാവേ, രോഗഭാരത്താൽ വലയുന്നവരെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ചലനശേഷി നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിന് ബലവും
ആരോഗ്യവും കൊടുക്കണമേ. സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മയെ സ്തുതിപ്പാനുള്ള ശക്തി അവർക്ക് കൊടുക്കണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളെയും ബലപ്പെടുത്തണമേ. ദൈവത്തോട് ചേർത്തു വെക്കണമേ. ദൈവസ്നേഹം എന്താണെന്ന് വെളിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരെ ആഗ്രഹിക്കുന്ന ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ജോലിയിൽ സ്ഥാനമാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ ആഗ്രഹിക്കുന്ന സ്ഥാനമാറ്റം അമ്മ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഒരിക്കലും സങ്കടത്തിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ. അവർക്ക് കാവലായി സംരക്ഷകയായി അമ്മ കൂടെ നിൽക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ഏഴകളാണ്, ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട്. ഞങ്ങൾക്ക് അമ്മയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. എങ്കിലും ഞങ്ങളെല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും അമ്മ നികത്തേണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം അമ്മ കൂടെയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇനി മുൻപോട്ട് എങ്ങനെയാണെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ്. അമ്മേ മാതാവേ, ഭാരപ്പെട്ട ജോലികളാൽ പ്രയാസത്തിലിരിക്കുന്നവരെ അമ്മയ്ക്ക് നൽകുകയാണ്. അമ്മേ മാതാവേ, അവരെ എല്ലാം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിലാൽ അവരെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയ്ക്ക് നൽകുന്നു. എല്ലാവരെയും സൗഖ്യപ്പെടുത്തണമേ. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി പരിശുദ്ധ അമ്മയിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, അവരെ എല്ലാം ഓർക്കാം. നമ്മൾ സുഖമായി ഉറങ്ങുമ്പോൾ നല്ലതുപോലെ ഉറങ്ങാൻ പോലും കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഭവനങ്ങൾ തകർന്നു പോയി ജീവിക്കുന്ന മക്കളുണ്ട്. കുടുംബത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അവരെയെല്ലാം ഈ നിമിഷം നമുക്ക് ഓർക്കാം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അമ്മയുടെ മാധ്യസ്ഥതയുടെ മുമ്പിൽ നമുക്ക് ഭക്തിയോടെ ആയിരിക്കാം. വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ മൗനമായി പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളത്തിൻ്റെ ഭാരം കാണുന്ന അമ്മേ, ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടുകൾ കാണുന്ന അമ്മേ, ഞങ്ങളുടെ എല്ലാവരുടെയും വേദന കാണുന്ന അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ,
പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.